ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ഫ്രോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നില്ല അല്ലേ. നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരല്പം തിരക്കിലായിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ 2 മാസമായി ഇപ്പം ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. കുറച്ചധികം കൂട്ടുകാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ തന്നെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്, നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ ചുരിദാർ തയ്ക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അത് ചെയ്യാനായിട്ട് ഒരു ഇതുപോലെ മാനിക്വിൻ ബൊമ്മയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എനിക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ സാധനം വാങ്ങിയത് കേട്ടോ. കാരണം ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുന്നതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ഇതിൽ നിന്ന് അളവെടുത്ത് നമുക്ക് ഇന്നത്തെ വീഡിയോയും കൂടി ചെയ്യാം. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ബോഡിയിൽ നിന്നും അളവെടുത്ത് സ്റ്റിച്ച് ചെയ്ത ഒരു ലൈനിങ് ചുരിദാറാണ് കേട്ടോ. നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ചെയ്തതാണിത്. ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. റണ്ണിങ് സ്റ്റിച്ച് അറിയാവുന്ന അല്ലെങ്കിൽ തയ്യൽ പഠിച്ചു തുടങ്ങുന്ന ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ. ചുരിദാറിൻ്റെയാണ് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ബാക്കി കാര്യങ്ങളും ഫീസിനെ കുറിച്ചും ഒക്കെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ചുരിദാർ തയ്ക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ ഷോൾഡർ സ്ലോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ നിന്നും ഈ കഴുത്ത് കട്ട് ചെയ്തതിന് ശേഷം അല്ലേ, തുണി 4ആയിട്ട് മടക്കിയിട്ട് കഴുത്തിൻ്റെ പോർഷൻ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ചരിവ് കൊടുക്കും നമ്മൾ ആം ഹോളിലേക്ക്. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച്, 1/4 ഇഞ്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ലേ. പക്ഷെ അത് എങ്ങനെയാണ് ഈ 1/2 ഇഞ്ച് വരുന്നത് അല്ലെങ്കിൽ 1/4 ഇഞ്ച് വരുന്നത്? അത് നമ്മൾ ഒരു ഊഹം വെച്ചങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഓരോ ബോഡിക്കും ഇത്രയായിരിക്കും, അല്ലെങ്കിൽ ചരിവുണ്ടെങ്കിൽ ചെറിയ ചരിവാണെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൊടുക്കാം, നല്ല ചരിവുണ്ടെങ്കിൽ 3/4 ഇഞ്ച് കൊടുക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. ശരിക്കും ഇതിനൊരു മെഷർമെന്റ് ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കേണ്ടത് എന്നുള്ളതിന്. ഷോൾഡർ സ്ലോപ്പ് നമ്മൾ ചുരിദാറിനും എല്ലാ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യുന്നതിനും നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതിന് എങ്ങനെയാണ് ഈ ഷോൾഡർ സ്ലോപ്പ് കാണേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത് എപ്പോഴും ഈ കഴുത്തിനോട് ചേർന്നുള്ള നമ്മുടെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് വെച്ചായിരിക്കും അല്ലേ. അതായത് ഫുൾ ലെങ്ത് എടുക്കുന്നതും ചെസ്റ്റിന്റെ വരെയുള്ള ലെങ്ത്, ഈ ലെങ്ത് എല്ലാം എടുക്കുന്നത് ഈ ഏറ്റവും ഉയർന്ന ഭാഗത്ത് വെച്ചായിരിക്കും. കഴുത്ത് കഴിഞ്ഞിട്ട് വരുന്ന തൊട്ട് നമ്മുടെ ആ ഭാഗത്ത് വെച്ചിട്ടാണ് എപ്പോഴും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ടേപ്പ് ആ പോർഷനിൽ തന്നെ വെക്കുക. അതിനുശേഷം താഴേക്ക് നമ്മുടെ ബെസ്റ്റ് പോയിന്റിൽ വരെ എടുക്കുക. മനസ്സിലായോ? ബെസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രസ്റ്റിന്റെ കൃത്യം മിഡിൽ പോർഷൻ. നമ്മൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോഴും നൈറ്റി സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ എടുക്കുന്ന അളവാണ് ഈ ബെസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഷോൾഡറിന്റെ പോർഷനിൽ നിന്നും നമ്മുടെ ബ്രസ്റ്റിന്റെ പോർഷനിലെ ഏറ്റവും ഉയർന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതാണ് ബെസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ വരെയുള്ള മെഷർമെന്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് നിന്നും ഈ ബെസ്റ്റ് പോയിന്റിലേക്ക് വെച്ച് നമ്മൾ മെഷർമെന്റ് എടുത്തു. എനിക്കിപ്പോൾ ഇവിടെ കിട്ടുന്നത് 10.5 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഇത് പലർക്കും പലതാവാം. നമ്മുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് നമുക്കിത് വ്യത്യാസം വരും. ഹൈറ്റ് കുറഞ്ഞവർക്കും കൂടിയവർക്കും ഒക്കെ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു മെഷർമെന്റ് എടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണേണ്ടത് നമ്മുടെ ഇവിടെ നിന്നും ഈ ഷോൾഡറിന്റെ കഴുത്തിന്റെ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് താഴ്ന്നല്ലേ വരുന്നത് അല്ലേ. ഇങ്ങോട്ടേക്ക് താഴ്ന്നാണ് നമ്മുടെ ഷോൾഡർ വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന, അതായത് നമ്മുടെ സ്ലീവും ഷോൾഡറിന്റെ ഈ ഭാഗവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഷോൾഡർ ബോണിന്റെ അവിടെ നമ്മൾ ഷോൾഡറിന്റെ മെഷർമെന്റ് എടുക്കുന്ന ആ ബോൺ ഉണ്ടല്ലോ, ആ ബോണിന്റെ അവിടെ വെക്കുക ഈ ടേപ്പ്. ഓക്കെ, ഈ ഭാഗത്തായിട്ട് വെക്കുക. അവിടെ നിന്നും നിങ്ങൾ നേരെ നമ്മുടെ ബെസ്റ്റ് പോയിന്റിലേക്ക് തന്നെ, നമ്മൾ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എടുത്ത ആ ബെസ്റ്റ് പോയിന്റിലേക്ക് തന്നെ ഇതിങ്ങനെ ചരിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ബെസ്റ്റ് പോയിന്റിൽ ഇവിടെ വരുന്നത് കണ്ടോ, 9.25 ഇഞ്ചാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, ഷോൾഡറിൽ നിന്നും എടുക്കുമ്പോൾ 9.25 നമ്മുടെ കഴുത്തിനോട് തൊട്ട് ചേർന്നുള്ള ഉയർന്ന ഭാഗത്ത് നിന്ന് എടുത്തപ്പോൾ 10.5 ഇഞ്ചുമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ 10.5 ഇഞ്ചിൽ നിന്നും ഈ 9.25 ഇഞ്ച് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 3/4 ഇഞ്ച് അല്ലേ, 0.75. അതാണ് നമ്മുടെ ഷോൾഡർ സ്ലോപ്പ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതല്ല ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് 10.5യും ഇവിടെ നിന്നും മാർക്ക് ചെയ്യുമ്പോൾ 10ഉമാണ് വരുന്നതെങ്കിൽ എത്രയാണ്? 1/2 ഇഞ്ചാണ് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഒരുമാതിരിപ്പെട്ട 90% ആൾക്കാർക്കും ഈ ഭാഗത്തൊരു ചരിവുണ്ടാവും. വളരെ കുറച്ച് പേർക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഷോൾഡർ വരികയുള്ളൂ. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഷോൾഡർ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെയും ഇതേ ഉയരം തന്നെ കാണും. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ളവർക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല.
ഓക്കെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു 90% ആൾക്കാർക്കും ഷോൾഡർ സ്ലോപ്പ് ഉണ്ട്. നമ്മുടെ എല്ലാം ബോഡി ഒരല്പം ആ ഭാഗത്ത്, ഷോൾഡറിൻ്റെ ഭാഗത്ത് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ചിലർക്ക് 1/4 ഇഞ്ച് വരും, ചിലർക്ക് 1/2 ഇഞ്ച് വരും. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒന്ന് മെഷർ ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഷോൾഡർ സ്ലോപ്പ് എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഷോൾഡർ സ്ലോപ്പ് എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ഷോൾഡർ സ്ലോപ്പ് എടുത്ത് നോക്കൂ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഷോൾഡർ സ്ലോപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.